മാന്യപ്രേക്ഷകർക്ക് വിജയവിധി പരമ്പരയിലേക്ക് സ്വാഗതം. പ്രമുഖ അമേരിക്കൻ ചലച്ചിത്ര നിർമ്മാതാവായ വാൾട്ട് ഡിസ്നിയുടെ മിക്കി മൗസിയും ഡൊണാൾഡ് ഡക്കും ഒരു ഘട്ടത്തിൽ അനിമേഷൻ രംഗത്തെ ചരിത്രമായിരുന്നു. ഡൊണാൾഡ് ഡക്കിന്റെയും മിക്കി മൗസിന്റെയും ആയിരക്കണക്കിന് ചിത്രങ്ങൾ ക്യാമറയിലേക്ക് പകർത്തിയാണ് അതിന് ജീവൻ നൽകിക്കൊണ്ട് അനിമേഷൻ ശാഖയിൽ തന്നെ പുത്തൻ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഒരുപക്ഷെ മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും അനിമേഷൻ ശാഖയുടെ ചരിത്രത്തിന്റെ പുതിയ ദീപസ്തംഭങ്ങളായി മാറുകയാണ്. വിജയവീഥി പരമ്പരയിൽ പ്രേക്ഷകരുടെ മുന്നിൽ ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത് പ്രമുഖ സ്ഥാപനമായ പാലക്കാട്ടെ അനിമാസ്റ്ററിന്റെ സെന്റർ ഡയറക്ടർ ശ്രീ സുജിത് വേണുഗോപാലിനെ കുറിച്ചാണ്. സുജിത് വേണുഗോപാലിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. സ്ഫോടകാത്മകമായ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാവുന്ന അനിമേഷൻ ശാഖയിൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന സ്ഥാപനമാണ് പാലക്കാട്ടെ അനിമാസ്റ്റർ. കാഴ്ചകളുടെയും വർണ്ണങ്ങളുടെയും വിസ്മയകരമായ സാങ്കല്പിക കഥാപാത്രങ്ങളുടെയും ഹൃദയത്തിലൂടെ സഞ്ചരിച്ച് അനിമേഷൻ ശാഖയിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച് സ്ഥാപനത്തെ വിജയത്തിലേക്ക് നയിക്കുന്നത് അനിമാസ്റ്ററുടെ സെന്റർ ഡയറക്ടറായ സുജിത് വേണുഗോപാലാണ്. 3.5 വയസ്സിൽ ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ശാരീരികമായ അവശതകളെ തൃണവൽക്കരിച്ച് ആത്മവിശ്വാസത്തിന്റെ ഉൾക്കരുത്തുമായാണ് സുജിത് വേണുഗോപാൽ മുന്നോട്ട് നീങ്ങുന്നത്. പാലക്കാട്ടെ മുൻ നഗരസഭാ ചെയർമാൻ MC മേനോന്റെ മകൻ ഡോക്ടർ P വേണുഗോപാലിന്റെയും നിർമ്മല വേണുഗോപാലിന്റെയും പുത്രനായ സുജിത് വേണുഗോപാൽ അനിമേഷൻ ശാഖയിലെ അനസ്യൂതമായ പരിണാമത്തെ ഹൃദയത്തിൽ കുറിച്ചിട്ടാണ് വിജയവഴിയിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. ശ്രീ സുജിത് വേണുഗോപാൽ, അനിമാസ്റ്റർ എന്ന സ്ഥാപനത്തിന്റെ സെന്റർ ഡയറക്ടറാണല്ലോ താങ്കൾ. താങ്കളുടെ കുടുംബപരമായ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിക്കാമോ? എൻ്റെ അച്ഛൻ ഡോക്ടർ P വേണുഗോപാൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആണ്. സൺ ഓഫ് MC മേനോൻ, പഴയ മുനിസിപ്പൽ ചെയർപേഴ്സൺ പാലക്കാടത്തെയാണ്. പിന്നെ എൻ്റെ അച്ഛൻ കഴിഞ്ഞ 21 വർഷമായിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ വന്നിട്ട് ഒരു നോർമൽ ഹൗസ് വൈഫാണ്, അത്രേ ഉള്ളൂ. പിന്നെ വന്നിട്ട് എൻ്റെ ഏട്ടൻ വന്നിട്ട് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെക്ചറായിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റിലാണ്, അവിടുത്തെ സീനിയർ ലെക്ചറാണ്. ഇതാണ് എൻ്റെ ഫാമിലി ഡീറ്റെയിൽ. താങ്കളുടെ പഠനമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ പഠനം പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിച്ചത് മൊത്തം സെവൻത്ത് അഡ്വെന്റിസ്റ്റാണ് പുതുശ്ശേരിയിൽ. LKG തൊട്ടിട്ട് 10th വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ കോപ്പറേറ്റീവ് കോളേജിൽ കയറി. കോപ്പറേറ്റീവ് കോളേജിൽ ഞാൻ എൻ്റെ +1 +2 ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ മണിപ്പാൽ അക്കാഡമി ഉണ്ട് പാലക്കാട് കുന്നത്തൂർ മേടുവിൽ, നമ്മുടെ ബൈപ്പാസ് റോഡിലുണ്ട്. അവിടെ എൻ്റെ BIT ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അരീന മൾട്ടിമീഡിയയിൽ പഠിച്ചിരുന്നു. കാരണം അന്ന് എനിക്ക് ആനിമേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ വലിയ താല്പര്യമുള്ളൊരു വിഷയമായിരുന്നു. അങ്ങനെ അതിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ 6 മാസം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഫ്യൂച്ചർ സ്പെഷ്യലൈസേഷനും ഇതൊക്കെ ചെയ്തിരുന്നു. പഠിക്കുന്ന സമയത്ത് മറ്റേ ആക്ടിവിറ്റീസ് എന്തെല്ലാമായിരുന്നു? മറ്റേ ആക്ടിവിറ്റീസ് പറഞ്ഞു വെച്ചാൽ ഞാൻ മെയിനായിട്ട് പറയുക വെച്ചാൽ പഠിക്കാൻ കുറച്ച് താല്പര്യം കൂടുതൽ കാണിച്ചിരുന്നു. സ്കൂളിൽ ബെസ്റ്റ് സ്റ്റുഡന്റ് മോറലിന് കിട്ടിയിരുന്നു, സയൻസിന് കിട്ടിയിരുന്നു, ഇംഗ്ലീഷിന് കിട്ടിയിരുന്നു. മാത്സ് പിന്നെ പൊതുവെ എൻ്റെ ഒരു വീക്ക് സബ്ജക്റ്റ് ആണ്. പിന്നെ അത് പോരാണ്ട് സ്കൂളിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുകയാണെങ്കിൽ ഫാൻസി ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, എന്താ പറയുക, ഫാൻസി ഡ്രസ്സിൽ കൂടുതലുണ്ടായിരുന്നു, ഡ്രാമയിലുണ്ടായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാ രംഗത്തും വളരെ സജീവമായിരുന്നു. പിന്നെ അനിമേഷൻ ശാഖയിൽ വളരെ സജീവമാണല്ലോ. അപ്പൊ ഈ ചിത്രരചന പോലുള്ള അല്ലെങ്കിൽ കാർട്ടൂൺ പോലുള്ള സംഭവങ്ങൾ വരയിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? വരയിൽ പറഞ്ഞാൽ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ വരയ്ക്കാറുണ്ടായിരുന്നു. നമ്മുടെ NSS കരയോഗത്തിന്റെ പണ്ട് ഒരു പരിപാടിയിൽ ഞാൻ വരച്ചിരുന്നു. അവിടെ അവരുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് കിട്ടിയിരുന്നു. അത് ചെറുപ്പത്തുള്ള വര. വരയെ വളരെ സീരിയസ് ആയിട്ട് എപ്പോഴാണ് കണ്ടിരുന്നത്? ചിത്രങ്ങളെ, നിറങ്ങളെ, കാഴ്ചകളെ? കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ടിട്ട് ഞങ്ങൾ കൂടുതലായിട്ട് കാണുന്നത് കാർട്ടൂൺസ് ആണ്. കാരണം അച്ഛൻ മസ്കറ്റിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ അമ്മയ്ക്ക് അമ്മയുടെ പണിയുണ്ടാവും. അപ്പൊ ഞാനും ഏട്ടനും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പൊ മെയിനായിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ രാവിലെ അങ്ങോട്ട് കാസറ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു വെച്ചാൽ ഉച്ച അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴും അതേപോലെയാണ് എണീക്കാറുള്ളത്. അപ്പൊ അങ്ങനെ ഇരുന്ന് കാണാറുണ്ടാവും. അപ്പൊ അന്നേ ഒരു താല്പര്യം ഉണ്ടായിരുന്നു കാർട്ടൂണിനോട്. മിക്കി മൗസ്, ടോം ആൻഡ് ജെറി, ഡൊണാൾഡ് ഡക്ക്, പിന്നെ ഒരു മൈറ്റി മൗസ്, അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. കാരണം പണ്ട് വെറും വാൾട്ട് ഡിസ്നി അല്ലെങ്കിൽ വേറെ വല്ല കാർട്ടൂൺസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടുതലായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണല്ലോ ഓരോരുത്തർക്ക് ഓരോ പുതുതായിട്ട് ഇറക്കുന്നത്. വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂണുകളൊക്കെ നേരത്തെ കാണുമ്പോഴൊക്കെ മനസ്സിൽ എപ്പോഴെങ്കിലും പുതിയ പുതിയ ക്രിയേഷനെ കുറിച്ച്, കാരണം നമ്മൾ ആ കാർട്ടൂൺ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എനിക്ക് ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല,
ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് മറ്റേ ബിൽഡിങ്ങിലേക്ക് ചാടാൻ പറ്റില്ല, ഇല്ല വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ചപ്പാത്തി മുഖം പോലെ ആവുക, അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അത് കണ്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മളത് ചെയ്യുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോണീന്റെ മേലെ നിന്ന് അങ്ങനെ ഉരുസി വരുന്നു, അതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അതിൽ കാണുമ്പോൾ നമ്മൾക്കും അതേപോലെ ചെയ്താൽ കൊള്ളാം എന്നൊരാഗ്രഹം എപ്പോഴും വരും. ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം കഥാപാത്രങ്ങൾ വല്ലാതെ ഇങ്ങനെ പിന്നെ കടന്നു ചെല്ലാറുണ്ടല്ലോ, സാഹസികമായിട്ടുള്ള സംഭവങ്ങൾ. അന്നൊക്കെ സുജിത്തിന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ച ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഏറ്റവും വലുത് ടോം ആൻഡ് ജെറിയാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ എപ്പോഴും പണ്ടൊക്കെ എന്തായിരുന്നു വെച്ചാൽ എപ്പോഴും ജെറീനെ മാത്രമായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ടോമിനെയും ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ എന്താ ചോദിച്ചത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മളായിട്ട് എന്തോ ഒന്ന് ചെയ്യണ പോലെ ഒരു തോന്നൽ, അത്രേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ മണിപ്പാൽ പഠനത്തിന് ശേഷം പല ആളുകൾക്കും വ്യത്യസ്തമായ പ്രൊഫഷനിലേക്ക് മാറുക എന്നുള്ളൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി അനിമേഷൻ ശാഖയിലേക്ക് സുജിത്തിന്റെ മനസ്സ് കടന്നു വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പണ്ട് BIT ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പ്രോഗ്രാമിംഗ് ആണ്. അതിന് പറഞ്ഞാൽ പണ്ട് എൻ്റെ അടുത്ത് മാത്സ് ഇല്ല പറഞ്ഞിട്ടാണ് അതിൽ ഞാൻ ജോയിൻ ചെയ്തത് തന്നെ. പക്ഷെ അതിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നത് വെച്ചാൽ മാത്സ് കൂടുതലായിട്ടുണ്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യണ രീതി, നമ്മൾ ആലോചിക്കണത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് പോകണം. അപ്പം എന്താ വെച്ചാൽ പണ്ടേ എനിക്ക് അതിന് മുമ്പേ എനിക്ക് കണക്ക്, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ കണക്കിൽ പണ്ടേ കുറച്ച് മോശമാണ്. അപ്പം അതിനെയും കാട്ട് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ടോം ആൻഡ് ജെറി അങ്ങനത്തെ ആനിമേഷൻ കാര്യങ്ങൾ. അപ്പോഴാണ് ഇവിടെ അരീന എന്ന സ്ഥാപനം തുടങ്ങി തന്നെ. അപ്പൊ അവരുടെ പരസ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു താല്പര്യം തോന്നി. ചോദിച്ചോട്ടെ, ഇപ്പൊ ബാംഗ്ലൂരിൽ ഈ അനിമേഷൻ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം എവിടെയാണ് ശരിക്കും പൂർണ്ണമായും പഠനം? കാരണം വെച്ചാൽ പാലക്കാടിൽ പണ്ട് അരീന വന്ന കാലത്ത് ഞാൻ അവിടെ പഠിച്ചിരുന്നു. പക്ഷെ പഠിക്കുമ്പോൾ അത് പൂർണ്ണമായി കിട്ടിയിരുന്നില്ല എനിക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ 2004 ഒരു ജൂൺ, ഇപ്പൊ ഞാൻ ശരിയാണെങ്കിൽ ജൂണിൽ ഞാൻ ബാംഗ്ലൂർ പോയി എൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ പോയതായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ട് ഞാൻ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് കണ്ടിരുന്നു, മാക്ക് പറഞ്ഞിട്ട്. ഞാൻ അവിടെ പഠിക്കാൻ പോയി. അവിടെ പഠിക്കുമ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇവിടെ കിട്ടാത്ത സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ കുറച്ചും കൂടി ഇൻ ഡെപ്ത് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റി. കാരണം നമ്മുടെ പാലക്കാടിൽ ഇല്ലാത്ത കുറേ സംഭവങ്ങൾ ആണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചത്. ബാംഗ്ലൂരിൽ വെച്ച് പഠിച്ച പൂർണ്ണമായും പഠനത്തിന് വിധേയമാക്കിയ ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു, പ്രത്യേകിച്ച് ഈ അനിമേഷൻ രംഗത്ത്? ആനിമേഷൻ രംഗത്തിൽ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ മാക്സിമം ഒരു സോഫ്റ്റ്വെയർ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ബേസിക് ടൂൾസ് മാത്രമേ എടുത്തു തരുള്ളൂ. അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യില്ല അവർ. അല്ല പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാനോ ഇല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനോ ഒന്നുമില്ല. നേരെ മറിച്ച് ബാംഗ്ലൂരിൽ അങ്ങനെയല്ല. ആദ്യം നമ്മൾക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാനുള്ളത് പറഞ്ഞുതരും, ടൂൾസ് ഒക്കെ പറഞ്ഞുതരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യണം. അതാണ് അവിടെ പഠിപ്പിച്ചിരുന്ന രീതികൾ. പിന്നെന്താ വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യണ രീതി, സാഹചര്യം ഒക്കെ മാറ്റി തന്നു. കാരണം വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് സിനിമകൾ കാണുക അല്ലെങ്കിൽ കൂടുതലായിട്ട് പുറത്തുള്ള വർക്കുകൾ കാണുക, അത് കണ്ടാലേ നമ്മൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ. ഇല്ലാതെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം കോപ്പി അടിച്ച പോലെ നമ്മൾ ചെയ്യാം. ആരോ എന്തോ ചെയ്തു അത് നമ്മൾ കോപ്പി അടിക്കണം, കുറച്ച് അവിടെ ഇവിടെയും മാറ്റണം, നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയി എന്ന് പറഞ്ഞില്ലേ, താങ്കളുടെ ശാരീരികമായ ഒരു വിഷമതകൾ എങ്ങനെയാണ് ഉണ്ടായത്? എനിക്ക് എന്താ ഉണ്ടായത് ചോദിച്ചു വെച്ചാൽ പണ്ടൊരിക്കൽ എനിക്ക് ഓർമ്മയില്ല. കാരണം വെച്ചാൽ എനിക്ക് ഒരു 6 വയസ്സ് 7 വയസ്സ് വരെയുള്ളതൊന്നും ഓർമ്മയില്ല. ഇതെന്താ പറ്റുക വെച്ചാൽ എനിക്ക് പണ്ടൊരു ഹാർട്ടിനെന്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു കോംപ്ലിക്കേഷൻ വന്നതാണ്. ഈ സ്പാസം കൂടും കൈ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ കൈക്ക് കുറേ നേരം കരുത്ത് പിടിച്ചു നിന്നുണ്ടാവും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് വേദനയുണ്ടാവും. അത് തന്നെ ദേഹത്തിൽ മൊത്തം, ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം, കൈക്കും കാലിലും. അപ്പൊ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്, അത്രേ ഉള്ളൂ. അത് കൂടുതൽ. അത് പക്ഷേ ഞാൻ അതെ അതെ കാരണം വെച്ചാൽ അത് എനിക്ക് ആദ്യം അതൊരു വിഷമമായി തോന്നി പണ്ടൊക്കെ. കാരണം എല്ലാവരും ഓടുണ്ടാവും, സ്പോർട്സിന് പോകുന്നുണ്ടാവും, എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഞാൻ ആലോചിച്ചു, പിന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ എൻ്റെ സ്കൂൾ ക്രിക്കറ്റ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. ഞാൻ ക്യാപ്റ്റനായി. ഞാൻ സ്പോർട്സിൽ പങ്കെടുത്തു. ഞാൻ ഷോർട്ട് പുട്ട് ചെയ്തിരുന്നു, ജാവലിൻ ത്രോ ചെയ്തിരുന്നു. അപ്പൊ അത് ചെയ്തോടുകൂടി എനിക്ക് എൻ്റെ സ്കൂളിൽ സത്യം പറഞ്ഞു വെച്ചാൽ എനിക്ക് ഞാനാക്കി മാറ്റിയത് എൻ്റെ സ്കൂളാണ്. അപ്പൊ എന്താ ചോദിച്ചാൽ എൻ്റെ ഈ ഇത് എനിക്കൊരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല ഇതുവരെയും. അതെ, കാരണം അവിടെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, മൂപ്പരായിരുന്നു. ഞാൻ 10ാം ക്ലാസ് എഴുതില്ല പറഞ്ഞപ്പോഴും മൂപ്പര എന്നെ പിടിച്ച് എഴുതിപ്പിച്ചതെന്ന്. അപ്പൊ അത് കാരണമായിരുന്നു. മൂപ്പരായിരുന്നു എൻ്റെ സ്കൂളിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു മിസ്റ്റർ T.I. ജോൺ പറഞ്ഞിട്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രോത്സാഹനം. അതെ അതെ.
ബാംഗ്ലൂരിലെ മാക്കിൽ നിന്നും അനിമേഷന്റെ ശാസ്ത്രീയമായ പഠനരീതികൾ സ്വായത്തമാക്കിയ സുജിത് വേണുഗോപാൽ അനിമാസ്റ്ററുടെ സാധ്യതകളെ കണ്ടറിഞ്ഞാണ് പാലക്കാട് നഗരത്തിൽ അനിമാസ്റ്ററുടെ ശാഖയ്ക്ക് പിറവി നൽകിയത്. 3-6 മാസങ്ങളും 1-2 വർഷങ്ങളും നീണ്ടുനിൽക്കുന്ന കോഴ്സുകളാണ് ഈ സ്ഥാപനത്തിലുള്ളതെന്ന് സുജിത് വേണുഗോപാൽ സാക്ഷ്യപ്പെടുത്തുന്നു. വളരെയധികം ഡെവലപ്പ് ചെയ്ത ഇന്നത്തെ അനിമേഷൻ ശാഖയിലെ ഒരു വളർച്ച, ഈ വളർച്ച ഏറ്റവും കൂടുതൽ ഉന്നതിയിലേക്ക് വരുമ്പോൾ തന്നെ പാലക്കാട് പോലുള്ള ഒരു ജില്ലയിൽ ഈ അനിമേഷൻ അതിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത്തരമൊരു സ്ഥാപനം തുടങ്ങിയത്? ഈ അനിമാസ്റ്റർ എന്ന സ്ഥാപനം ഇവിടെ തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ പഠിക്കുമ്പോൾ നമുക്ക് എന്തായിരുന്നു വെച്ചാൽ പക്കാവായിട്ടൊരു ട്രെയിനിങ്ങോ ഇല്ല പ്രൊഡക്ഷൻ എന്താണെന്നോ. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ പടങ്ങൾ കാണുന്നുണ്ട്, ഇത് പ്രൊഡക്ഷൻ എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചോദിച്ചു വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷനിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് രീതിയിലാണോ പഠിപ്പിക്കേണ്ടത് അതേ രീതിയിലാണ് നമ്മൾ വർക്കും ചെയ്യേണ്ടത്. അത് ഇവിടെ എവിടെയും പഠിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണേ, അതിനെ മാത്രം നന്നാക്കിയിട്ട് അതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ മാക്കിൽ പഠിച്ചിരുന്നു. മാക്കിൽ നിന്ന് കുറേ ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു നമ്മുടെ ആനിമാസ്റ്ററിൽ പഠിപ്പിക്കുന്ന രീതിയും വർക്ക് ചെയ്യണ രീതിയും നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടും എല്ലാം വളരെ വളരെ വ്യത്യാസമായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് സ്റ്റൈലായിരുന്നു, എറീനേനെക്കാട്ടും ഇമ്പ്രൂവ്ഡ് സ്റ്റൈലായിരുന്നു. നേരെ മറിച്ച് ആനിമാസ്റ്റർ ഇന്ന് ഏറ്റവും നല്ല ഇമ്പ്രൂവ്ഡ് സ്റ്റൈൽ ഇന്ത്യയിലുള്ളതാണ്. കാരണം വെച്ചാൽ നമുക്ക് മാക്സിമം നോമിനീസ്, അതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് നമുക്ക് മാക്സിമം നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. മാക്കിൽ നിന്ന് അനിമാസ്റ്ററിലേക്ക് വരാനുണ്ടായ ഒരു കാരണം, പ്രത്യേകിച്ച് അത്തരൊരു സ്ഥാപനം തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഞാൻ 2001 ഗിസ്മോ വണ്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിരുന്നു. എവിടെയായിരുന്നു? ഈ ഓഫീസിന് നേരെ മേലെയായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു വെച്ചാൽ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ്ങോ ഇല്ല. നമുക്ക് മാക്സിമം ഉണ്ടായിരുന്നത് എന്തായിരുന്നു എറീനയിൽ ഉണ്ടായിരുന്നത്, അതിൻ്റെ കുറച്ച് മോഡിഫൈഡ് വേർഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരുന്നു വെച്ചാൽ കുട്ടികൾക്ക് മര്യാദയ്ക്കുള്ള എഡ്യൂക്കേഷൻ പോലും എനിക്ക് ആ ടൈമിൽ പക്കയായിട്ട് കൊടുക്കാൻ പറ്റിയിരുന്നില്ല. മാക്കിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയപ്പോൾ ഞാൻ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കുറച്ചും കൂടി നന്നാക്കി. പക്ഷെ പിന്നെ എനിക്കൊരു തോന്നൽ വന്നു, കാരണം വെച്ചാൽ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ്ങോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ സ്റ്റുഡൻസിന് കൊടുക്കും? അപ്പോൾ എന്ത് ചെയ്തു ചോദിച്ചാൽ ആനിമാസ്റ്ററിന്റെ ഫ്രാഞ്ചൈസ് നോക്കിയപ്പോൾ എറീനേനെക്കാട്ടും മാക്കിനെക്കാട്ടും, കാരണം എന്താ വെച്ചാൽ രണ്ടിനും അതിൻ്റെതായ ഓരോ വശങ്ങളുണ്ട്. അതിനെയും കാട്ടും കൂടുതൽ ട്രെയിനിങ് എനിക്ക് ഇവിടെ കിട്ടാൻ തുടങ്ങി ആനിമാസ്റ്റർ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഔട്ട്പുട്ട് താനേ മാറി. കാരണം എന്താ വെച്ച് ചോദിച്ചാൽ പണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് മാക്സിമം എൻ്റെ സ്റ്റുഡൻസ് പോയിരുന്നത് നമ്മുടെ പാലക്കാടിലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ കേരളത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ജോലി കിട്ടുന്നതും, അതും കുറഞ്ഞ ശമ്പളം കുറഞ്ഞ ജോലി മാത്രമേ കിട്ടാറുണ്ടായിരുന്നുള്ളൂ. നേരെ മറിച്ച് ഇവരുടെ പ്ലേസ്മെൻറ്റ്സ് ഇവരുടെ ഇത് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി തൃപ്തി തോന്നി. കാരണം ടീച്ചിങ് രീതിയെ വ്യത്യാസമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ കാരണം തന്നെ. ഈ മാക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അനിമാസ്റ്ററിന്റെ ഒരു ശൈലി, അനിമേഷൻ ശൈലി പാലക്കാട് തുടങ്ങുമ്പോൾ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പാലക്കാട് പോലുള്ള ഒരു ജില്ലയിൽ പ്രത്യേകിച്ച് അനിമേഷൻ രംഗത്ത് സ്റ്റുഡൻസിനെ കിട്ടുമെന്നും അല്ലെങ്കിൽ ഇത്തരൊരു ആദ്യത്തിൽ ഞാൻ പറയാ വെച്ചാൽ മുഴുവനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊരു ടീച്ചിങ് ടെക്നോളജി ആയിരുന്നു ഞങ്ങളുടെ. അപ്പം എന്തായിരുന്നു വെച്ചാൽ എനിക്കൊരു ഭയങ്കര ധൈര്യക്കുറവുണ്ടായിരുന്നു. കാരണം വെച്ചാൽ പിള്ളേർ ചിലപ്പോൾ, കാരണം വെച്ചാൽ എല്ലാവരും വേണ്ടത് എന്താ വെച്ചാൽ കുറേ സോഫ്റ്റ്വെയർസ് ഒരു ഇതിൽ പഠിച്ചു തീർത്തിട്ട് എന്നാൽ പിന്നെ എല്ലാം അറിയാലോ എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകാനാണ് എല്ലാവരുടെയും നോട്ടം. നേരെ മറിച്ച് ഞങ്ങൾ എന്താ ചെയ്യുക, മെയിനായിട്ട് സ്പെഷ്യലൈസേഷൻ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പം എന്താ വെച്ചാൽ ഒരു സാധനം മാത്രം പഠിച്ചാൽ അതിൽ സ്പെഷ്യലൈസ് വെച്ചാൽ നമുക്ക് അതിലൂടെ കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾ കൂടുതൽ വന്നിരുന്നോ? ഒരു ബോധവൽക്കരണം പറഞ്ഞൊരു ഘടകം ഇല്ല. ഞങ്ങൾക്ക് എന്താ വെച്ചാൽ ആനിമാസ്റ്ററിൽ എന്താ വെച്ചാൽ കൂടുതലായിട്ട് പരസ്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ കൂടുതലായിട്ട് പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആണ് ഞങ്ങൾ. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ഒരളവ് ഒരു ലെവലുണ്ട്, അതുവരെയ്ക്കും നമുക്ക് പരസ്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് പാലക്കാട് നിന്നുള്ള ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ കുട്ടികളെ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിക്കാൻ പിന്നെ എന്തെല്ലാം? സത്യം പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു വർഷത്തേക്ക് 2006 ഒരു വർഷത്തിലേക്ക് ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു, 12 പിള്ളേരുണ്ടായിരുന്നുള്ളൂ ഒരു വർഷം. അതെ. പക്ഷെ പിന്നെ പിന്നെ നമ്മളുടേത് അറിയും തോറും, കാരണം വെച്ചാൽ നമ്മുടെ പ്ലേസ്മെന്റ്സും എല്ലാം അറിയും തോറും സ്റ്റുഡൻസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മെയിനായിട്ട് ഒരു കുട്ടീനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ലൊരു ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ ബാക്കിയുള്ളവർ എന്തായാലും നമ്മളെ കൊണ്ട് അറിയുന്നതാണ്.
അപ്പൊ അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു മനസ്സിൽ, അതും കൊണ്ട് അങ്ങനെ ഇരുന്നാണ്. അനിമാസ്റ്ററിന്റെ പാലക്കാട്ടെ ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്തെല്ലാമാണ്? ഇവിടെ എന്തെല്ലാം പഠന രീതികളാണുള്ളത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എങ്ങനെ ചോദിച്ചാൽ ആദ്യം തന്നെ എല്ലാവരുടെയും എങ്ങനെ പഠിപ്പിക്കുക വെച്ചിട്ട് നേരെ ക്ലാസ് കൊണ്ടുവരുത്തും, അവിടെ നിന്ന് അങ്ങനെ പഠിപ്പിക്കും. നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾക്ക് ഫസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബേസിക്കായിട്ട് 3D സാധാരണ എല്ലാവരുടെയും 3D കൂടുതലായിട്ട് പഠിപ്പിക്കുക, കാരണം നല്ല സ്കോപ്പുള്ള സംഭവമാണ്. പക്ഷേ ഈ 3D പഠിപ്പിക്കുമ്പോഴുള്ള കുഴപ്പം എന്താ ചോദിച്ചാൽ നിങ്ങൾക്ക് നമ്മൾ ജനങ്ങളെ കൈയും കൊണ്ടാണ് താല്പര്യം കൂടുതൽ, നമ്മൾ വരയ്ക്കും, നമ്മളെല്ലാം ചെയ്യും ഇല്ലേ, അത് കൈയും കൊണ്ടാണ്. അപ്പോൾ ഈ വരച്ച് കഴിഞ്ഞ സാധനത്തിനെ നമ്മൾ 3D കയറ്റിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയാസും കിട്ടും, കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടും. കാരണം വെച്ചാൽ മിക്ക കമ്പനീസിനും വേണ്ടതെന്ന് വെച്ചാൽ പെർഫെക്ഷനാണ് വേണ്ടത്, അതും ടൈം കുറഞ്ഞിട്ട് പെർഫെക്റ്റ് ചെയ്യണം സാധനം. അപ്പോൾ അങ്ങനത്തെ ഔട്ട്പുട്ട് ഞാൻ ഇതുവരെയും കണ്ടതിൽ ഇതുവരെയ്ക്കും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയത് കൂടുതലായിട്ട് ആനിമാസ്റ്റർ വഴി കൂടിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ടെക്നോളജി യൂസ് ചെയ്യേണ്ടായിരുന്നത്. ആ ടെക്നോളജി കൂടുതൽ കുട്ടികൾ വരുന്നുണ്ടോ? അതിന്റെ സാധ്യതകൾ നല്ലോണം വരുന്നുണ്ട് ഇപ്പോൾ. കാരണം എന്താ ചോദിച്ചാൽ മിക്ക ആൾക്കാർക്കും അതിൻ്റെ റിസൾട്ട് കാണുമ്പോഴേ അതെന്താണെന്ന് അറിയുള്ളൂ. കാരണം ഇപ്പോൾ സാധാരണ ഒരു കുട്ടി ചെയ്യണ വർക്കും ഞങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റ് ചെയ്യണ വർക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ഔട്ട്പുട്ട് കാണണമെങ്കിൽ നമ്മൾ 2D എന്ന സംഭവം കഴിയാണ്ട് നമ്മൾ 3D ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ഔട്ട്പുട്ട് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ഇപ്പോൾ ഈ അനിമേഷൻ രംഗത്ത് ഒട്ടേറെ വികാസങ്ങളും അതുപോലെ തന്നെ പരിണാമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ 2D എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിൻ്റെ ഒരു വെറൈറ്റി എന്താണ് ഇപ്പോൾ മറ്റ് വ്യത്യസ്തമായിട്ട്? കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോൾ 2D എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ട് നമ്മൾ ആദ്യം കാണുന്ന കാർട്ടൂൺസ് എന്തായിരുന്നു? കയ്യാൽ വരയ്ക്കപ്പെട്ട് കയ്യാൽ ക്യാമറയും കൊണ്ട് ഷൂട്ട് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു ഫിലിമായിരുന്നു. ഇന്നും അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. പക്ഷെ എന്താ ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയില്ല, ഏറ്റവും കൂടുതൽ പിള്ളേർ പോണത് കേരളം, കൽക്കട്ട, ഭോപ്പാൽ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് വരയ്ക്കും കഴിവുള്ളവർ പോണത്. അതാർക്കും അറിയുന്നില്ല. എല്ലാവരും എന്താ വിചാരിക്കണം, കേരളത്തിൽ ആകപ്പാടെ ഉള്ളത് ഇവിടെ പഠിച്ചു, പൈസ കൊണ്ട് തോൽച്ചു, നേരെ ഇവിടെ തന്നെ ഒരു ചെറിയൊരു ജോലി ചെയ്ത് ജീവിച്ചു, അതാണ് ആലോചിക്കുന്നത്. നേരെ മറിച്ച് 2D എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ട് നമ്മൾ കൂടുതലായി വർക്ക് ചെയ്ത്, കാരണം വെച്ചാൽ നമ്മൾക്ക് നമ്മുടേതായിട്ടൊരു കഴിവുണ്ട്. കേരളത്തിൽ മിക്ക ആൾക്കാരും വരയ്ക്കും, കേരളത്തിൽ ബാക്കി ഏത് സ്റ്റേറ്റിലും അത്രയ്ക്കില്ല. അത് ആലോചിക്കുന്നില്ല. 2D സിസ്റ്റം നമ്മളിപ്പോൾ പാലക്കാട്ടെ സെന്ററിൽ നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? കൂടുതൽ കുട്ടികൾ കാരണം എന്താ ചോദിച്ചാൽ നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി വന്നിട്ട് പുറത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ വർക്ക് ചെയ്ത ഒരു ആളാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ ചെയ്ത വർക്കുകൾ രീതിയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താ ചോദിച്ചാൽ അവരുടെ ഔട്ട്പുട്ട് അത്രയ്ക്കും നന്നായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ തന്നെ കമ്പയർ ചെയ്യാം. നമുക്ക് കേരളയിൽ 2 സെൻറ്റേഴ്സ് ഉണ്ട്, ട്രിവാൻഡ്രത്തും ഉണ്ട്, പാലക്കാടിലും ഉണ്ട്. 2 പേരുടെ ഔട്ട്പുട്ട് നോക്കുമ്പോഴും, കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് വരയ്ക്കാനറിയാം, എനിക്കൊരു 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ വരയ്ക്കാൻ പഠിപ്പിക്കണതും ഒരാൾ ഇത്രയും കാലങ്ങളായിട്ട് ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പഠിപ്പിക്കുന്ന രീതിയും എന്തായിരുന്നാലും നല്ല വ്യത്യാസമുണ്ട്. അങ്ങനത്തെ ഒരു രീതിയാണ് ഈ പാലക്കാട് അനിമാസ്റ്റർ സെന്ററിന്റെ പ്രവർത്തന രീതികളെന്ന് സൂചിപ്പിക്കാം. പ്രവർത്തന രീതികൾ എന്ന് പറയുക നമ്മളുടെ 1 ഇയർ കോഴ്സ് അല്ലെങ്കിൽ 8 months കോഴ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ 3D എടുക്കുന്ന എല്ലാത്തിനും ഞങ്ങൾ 2D കൊടുക്കുന്ന ഒരു നിർബന്ധമാണ്. കാരണം വെച്ചാൽ അത് ശരിയാണ്, അത് എല്ലാവരും പറയും എന്താ വെച്ചാൽ അത് ബിസിനസ് രീതിയിൽ അത് വളരെ വലുതാണ്, ആനയാണ് ചേനയാണെന്ന് പറയും. പക്ഷെ അതല്ല, നമ്മളത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുക. ഇപ്പോൾ ഒരാൾ 3D മാത്രമേ പഠിച്ചിട്ടുണ്ട്, അയാളുടെ ഔട്ട്പുട്ടും നമ്മുടെ ഔട്ട്പുട്ടും നോക്കുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കുറച്ചും കൂടി ബെറ്റർ ആവുകയുള്ളൂ ഡേ ബൈ ഡേ. മറ്റുള്ളവർക്കാണെന്ന് വെച്ചാൽ നമുക്ക് വരയ്ക്കാൻ അറിയണമുണ്ട്, നമ്മൾ ആ രീതിയാണ് എല്ലാത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന കൂടുതൽ സ്റ്റാൻഡേർഡ്സും വന്നിട്ട് ഞങ്ങളുടെ ഒരു യൂണിറ്റ് ഉണ്ട്. അത് എന്ന് വെച്ചാൽ അവരെ ടൈപ്പ് എടുത്തിട്ടുണ്ട്. കാനഡയത്തെ ഒരു കോളേജ് ഉണ്ട്, എൽഗോൺക്വിൻ പറഞ്ഞിട്ട്. അവരുടെ പഠന രീതികളാണ്. അവർ വന്നിട്ട് ചെയ്തിരിക്കുന്ന പടങ്ങൾ വന്നിട്ട് ടെർമിനേറ്റർ, മാസ്ക് അങ്ങനത്തെ പടങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു കോളേജാണ്. അവരുടെ ട്രെയിനിങ് ആണ് ഞങ്ങളുടെ ആനിമാസ്റ്റർ ബാംഗ്ലൂരിലേക്ക് കിട്ടുന്നത്. അവരാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഹോളിവുഡ് രീതിയിലുള്ള പഠനവും ഇതുമാണ് നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് ബാക്കി എല്ലാവിടെയും ആ രീതിയിലല്ല കിട്ടുന്നത്. ഈ സാധാരണഗതിയിൽ ഈ എല്ലാ സ്ഥാപനങ്ങളും പറയുന്നത് പ്ലേസ്മെന്റിന്റെ സാധ്യതകളെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ടല്ലോ. അനിമാസ്റ്ററിന്റെ പ്ലേസ്മെന്റിന്റെ സാധ്യതകളെ ഞങ്ങളുടെ കുട്ടികൾക്ക് അത് സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളുടേത് എന്താ ചോദിച്ചാൽ ഞങ്ങൾ നേരെ എന്ത് ചെയ്യും ചോദിച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റ് ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ എവിടെ പോയാലും അവർ പറയും സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ. ശരിക്കും പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിനല്ല വാല്യൂ,
ആ കുട്ടി ചെയ്യുന്ന വർക്കും ആ കുട്ടിയുടെ പോർട്ട്ഫോളിയോ, അപ്പം ഇത്രയും കാലം ചെയ്ത വർക്കിൻ്റെയും സാമ്പിളാണ് ആ കുട്ടീൻ്റെ സർട്ടിഫിക്കറ്റ്. സത്യം പറഞ്ഞു വെച്ചാൽ അത് മിക്ക ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. കാരണം വെച്ചപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിന് ഇന്ന വാല്യൂ ഉണ്ട്, മറ്റേ സർട്ടിഫിക്കറ്റിന് ഇന്ന വാല്യൂ ഉണ്ട് എന്ന് എല്ലാവരും പറയും. പക്ഷേ ശരിക്കും സർട്ടിഫിക്കറ്റിന് നല്ല വാല്യൂ ഉള്ളു. കാരണം വെച്ചാൽ പ്രോഗ്രാമിംഗ് ആണ് പറഞ്ഞു വെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റിന് ഭയങ്കര വാല്യൂ ആണ്, സൺ മൈക്രോ സിസ്റ്റംസിൻ്റെ സോഫ്റ്റ്വെയറിന് ഭയങ്കര വാല്യൂ ആണ്. നേരെ മറിച്ച് നമ്മുടെ ഫീൽഡിൽ, ആനിമേഷൻ ഫീൽഡിൽ അവരുടെ വർക്കാണ് അവർക്ക് വേണ്ടി സംസാരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വർക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. നമ്മുടെ സെക്കൻഡ് ബാച്ചിലത്തെ സ്റ്റുഡൻസ് പോകാൻ നിൽക്കുകയാണ്. ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം സെക്കൻഡ് വീക്കിനുള്ള അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടും. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ വർക്ക് അവർക്ക് വേണ്ടി സംസാരിക്കും. നേരെ പോയി കമ്പനിയിൽ കാണിക്കും, കമ്പനിക്കാരത് കാണും, കമ്പനിക്കാരുടെ ഒരു ടെസ്റ്റ് ഉണ്ടാവും അവിടെ. ആ ടെസ്റ്റിൽ നമ്മുടെ സ്റ്റുഡൻസ് മാക്സിമം ആയിട്ട് പാസ്സാവുകയും ചെയ്യും. ഈ അനിമാസ്റ്ററിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ പ്രത്യേകിച്ച് അനിമേഷൻ രംഗത്ത് TV സീരിയലുകളും അതുപോലെ തന്നെ സിനിമയിലും ഒക്കെ ഒട്ടേറെ ജോലി സാധ്യതയൊക്കെയുള്ളൊരു രംഗമാണല്ലോ. സ്വഭാവമായിട്ട് ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികൾ വ്യത്യസ്തമായ മേഖലകളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ ഞങ്ങളുടെ ഇപ്പോൾ ഒരു സെറ്റ് സ്റ്റുഡൻസ് ചെയ്തൊരു വർക്ക് ഉണ്ട്. അതിപ്പോൾ വന്നിട്ട് പോഗോ ചാനലിലുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് ചോട്ടാ ഭീം എന്നാണ്. അത് ചോട്ടാ ഭീം. ഈ ചോട്ടാ ഭീമിൻ്റെ ഫുൾ പ്രോജക്റ്റും വരച്ചിരിക്കണതും അതുകൊണ്ട് അതിൻ്റെ സ്റ്റോറി ബോർഡിങ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം അങ്ങനത്തെ വർക്കുകൾ മൊത്തം ചെയ്യണത് ഞങ്ങളുടെ സ്റ്റുഡൻസാണ്. അപ്പം എനിക്ക് എന്താ ചോദിച്ചു വെച്ചാൽ അതൊരു അഭിമാനമാണ്. എൻ്റെ സ്റ്റുഡൻസ് ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ വിളിച്ച് പറയുകയും ചെയ്തു നേരത്തെ കൂടിയിട്ട് ഇങ്ങനെ നമ്മുടെ പേരുണ്ട് സൺഡേ 9:30 രാവിലെ 9:30 പോഗോ ചാനലിലുണ്ടാവും ചോട്ടാ ഭീമുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്ക് വലിയൊരു ക്രെഡിറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്റ്റുഡൻസ് ചെയ്ത വർക്ക് നമുക്ക് കാണാൻ പറ്റുക പറഞ്ഞത് വലിയൊരു കാര്യമാണ് എനിക്ക്. വളരെ പ്രതീക്ഷയോടെ പാലക്കാട്ടെ അനിമാസ്റ്ററിൽ എത്തിയ തനിക്ക് ഹൈദരാബാദിലെ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അവസരം ലഭിച്ചത് അനിമാസ്റ്ററിലൂടെയാണെന്ന് ഈ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ സന്തോഷ് പറയുന്നു. ഞാൻ +2 കഴിഞ്ഞ് ഒരുപാട് ട്രൈ ചെയ്തു ജോലിക്ക് വേണ്ടി. അവിടെ ഇവിടെ കുറേ അലഞ്ഞു, കുറച്ച് വർക്കിന് പെയിൻറ്റിങ് വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും ഒരു സ്ഥിരം നിലനിൽപ്പിന് ആവശ്യമായൊരു ജീവിതത്തിൽ നിലനിൽപ്പാണ് നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. പക്ഷെ ഒരു ജോലി എന്ന നിലയിൽ എനിക്ക് കുറേ ട്രൈ ചെയ്തെങ്കിലും അവിടെ കിട്ടിയില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുഖേന അനിമാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ആനിമേഷൻ കോഴ്സ് എടുത്ത് പഠിക്കുകയുണ്ടായി. ഇവിടെ IBS എന്ന കോഴ്സ് 6 മാസമാണ് ഞാൻ എടുത്ത് പഠിച്ചത്. പക്ഷേ എനിക്ക് 2.5 മാസം കൊണ്ട് തന്നെ നല്ലൊരു ജോലി സാധ്യത കിട്ടി. സാറ് നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു. 2.5 മാസം കൊണ്ട് തന്നെ എൻ്റെ കോഴ്സെല്ലാം പൂർത്തിയാക്കി. ഞാൻ ഹൈദരാബാദ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 കമ്പനിയായ ഗ്രീൻ ഗോൾഡ് എന്ന കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുന്ന് അനിമാസ്റ്ററിൽ നിന്ന് മൊത്തം 4 പേരാണ് ആദ്യമായി പ്ലേസ്മെൻറ്റ് കിട്ടി ഹൈദരാബാദ് പോയത്. അതിലിപ്പോൾ ഞാൻ മാത്രം ഇപ്പോൾ നാട്ടിൽ വിഷുവിൻ്റെ ലീവിൽ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് പോകാൻ നിൽക്കുകയാണ്. അനിമേഷൻ മേഖലയിലെ ജോലി സാധ്യതകളെക്കുറിച്ച് പൂർണ്ണമായ അവഗാഹമുള്ള സുജിത് വേണുഗോപാൽ തന്റെ സ്ഥാപനത്തിൽ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത ഉറപ്പുവരുത്താനും മുന്നിലുണ്ട്. സുജിത്, സാധാരണഗതിയിൽ മൾട്ടിമീഡിയ എന്ന പേരിൽ തന്നെ ഫ്ലാഷും ഫോട്ടോഷോപ്പും ഉൾപ്പെടെയുള്ളൊരു പഠനം മുന്നിൽ കണ്ടുകൊണ്ടാണ് 2D സിസ്റ്റത്തെ കുറിച്ച് എപ്പോഴും സൂചിപ്പിക്കാറുള്ളത്. അത്തരൊരു സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി 2D പഠനത്തിൽ എന്ത് പ്രത്യേകതയാണ് അനിമാസ്റ്റർ നൽകുന്നത്? ഇപ്പോൾ 2D എന്ന് പറയുന്നത് എല്ലാവരും ഫ്ലാഷും ഫോട്ടോഷോപ്പും നേരെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വിചാരിച്ച രീതിയിൽ ഇപ്പോൾ കൈ കൊണ്ട് വരയ്ക്കുന്ന അത്ര പെർഫെക്ഷൻ ഒരിക്കലും അതിൽ വരുന്നില്ല. ഇപ്പം നിങ്ങളുടെ ചുറ്റും കാണുന്ന 80% വർക്കുകൾ മൊത്തം കൈ കൊണ്ട് വരച്ചിട്ട് അതിനെ നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ട് നമ്മളതിനെ ആനിമേഷൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം വരച്ച് ഫ്രെയിം ബൈ ഫ്രെയിമായി വരച്ച് അതിനെ ആനിമേറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനെ കമ്പ്യൂട്ടറിൽ ഷൂട്ട് ചെയ്ത് കയറ്റുക ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്യുക ചെയ്യുക. അപ്പോഴും നമുക്ക് ഓരോ കാര്യങ്ങളും ആവശ്യമുണ്ടാവുള്ളൂ, ഓരോ സോഫ്റ്റ്വെയർസിൻ്റെയും സഹായം ആവശ്യമുള്ളൂ. അതുവരെയ്ക്കും നമുക്ക് സോഫ്റ്റ്വെയർസിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് മെയിനായിട്ട് കാരണം നമുക്ക് ഒരു വിചാരിച്ച ഔട്ട്പുട്ട് വരണമെങ്കിൽ
നമ്മൾ കൈയും കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് നമ്മൾ വരയ്ക്കുന്നത് കൈയും കൊണ്ടാണ്. അപ്പം നമുക്ക് ആ പെർഫെക്ഷൻ ഒരിക്കലും കമ്പ്യൂട്ടറിൽ നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതല്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമകളിൽ പോലും ഈ അനിമേഷന്റെ ഒരു സാന്നിധ്യം വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്താണ് ഇതിന്റെ ഒരു അനന്തമായ സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ്? ഇപ്പോൾ അനന്തമായ സാധ്യതകൾ എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ആഡ്സിന് നമുക്ക് നല്ല സാധ്യതകളാണ്. പിന്നെന്താ വെച്ചാൽ പണ്ട് എന്തായിരുന്നു വെച്ചാൽ ജുറാസിക് പാർക്കൊക്കെ പറഞ്ഞു വെച്ചാൽ കൂടുതലായിട്ട് ആനിമേറ്റഡ് മൂവീസാണ്, അത് ചെയ്യുന്നതും ഫോറിൻ നിന്നാണ്. നേരെ വെച്ചാൽ അതിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു. കോയി മിൽഗയ കൊണ്ടൊരു ഫിലിം വന്നിരുന്നു, അതിലും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ ഹൈഫൈ ടെക്നോളജീസ് ആണ്. ഫോർ എക്സാമ്പിൾ വന്നിട്ട് ക്രിഷ് പറഞ്ഞ ഫിലിം ചെയ്തത്, ധൂം 2, പിന്നെ അന്യൻ, ഇവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വന്നിട്ട് ഞങ്ങൾക്ക് ഈയിടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, പ്രസാദ് കളർലാൽ കൊണ്ടുണ്ട് മദ്രാസിൽ, അവരാണ് ഇത് ചെയ്തിരുന്നത്, അന്യൻ ചെയ്തിരുന്നത്. അവിടെ നടക്കാൻ നമുക്ക് ഓഫേഴ്സ് ഉണ്ട്. കാരണം വെച്ചാൽ അവരുപയോഗിക്കുന്ന ടെക്നോളജിയാണ് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നത് ഇവിടെ. അപ്പൊ എന്താ വെച്ചാൽ സ്റ്റുഡൻസിന് കൂടുതലായിട്ടും പ്രൊഡക്ഷൻ ബേസ്ഡ് ട്രെയിനിങ്ങും അവർക്ക് അങ്ങോട്ടേക്കുള്ള ഒരു ഇതും കിട്ടും നമുക്ക് ചെയ്യുമ്പോൾ. എങ്ങനെയാണ് കൂടുതൽ കുട്ടികൾ അനിമേഷൻ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ടോ? എന്താണ് അവരുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ്? ടേസ്റ്റ് എന്താ ചോദിച്ചാൽ എല്ലാവർക്കും എന്താ ചോദിച്ചാൽ ഒരു ജോലി വേഗം വേണം. പ്രോഗ്രാമിംഗ് പറയുമ്പോൾ നമുക്കൊരു ഇത്ര ടൈം പീരീഡ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ കോഡ്സ് വെൽ വേഴ്സ്ഡ് ആയാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. 3D ആയിരുന്നാലും നമുക്കിപ്പോൾ ഹ്യൂമൻ അനാറ്റമി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ഒക്കെ പോലെ ഒരു ബിൽഡിങ്ങിന്റെ ഇന്റീരിയർ ഇതൊക്കെ വരച്ചിട്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്നിട്ട്. എന്താണ് താങ്കളുടെ ഒരു ഡ്രീം പ്രോജക്റ്റ്? എന്താണ് ഇപ്പോൾ എൻ്റെ ഡ്രീം പ്രോജക്റ്റ് പറഞ്ഞു വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആവണം എന്നാണ്. കാരണം വെച്ചാൽ മൂപ്പർ വന്നിട്ട് പാലക്കാടത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പം മൂപ്പർ കുറേ ഡെവലപ്മെന്റ്സ് ചെയ്തു, ചന്ദ്രൻ നഗർ, ടൗൺ ഹാൾ, അനെക്സ് ടൗൺ ഹാൾ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മൂപ്പർ ചെയ്തു. അതേപോലെ എനിക്ക് പാലക്കാടിനെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആക്കാൻ വലിയൊരു ആഗ്രഹമുണ്ട്. അത് ബൈ ആനിമേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. പാലക്കാടിൽ ഇപ്പോൾ കഞ്ചിക്കോട് മറ്റൊരു അതിൻ്റെ പേര് സോഫ്റ്റ്വെയറിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെന്താ ചോദിച്ചു വെച്ചാൽ, പക്ഷെ അതിന് ശമ്പളം കുറവാണ്. നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ സ്റ്റുഡൻസ് വളരെ ഓക്കെയാണ്, നമുക്ക് പുറത്തുനിന്ന് വർക്ക് വരികയാണെങ്കിൽ അവർക്ക് തന്നെ ഇവിടെ ഒരു ജോലി. പുറത്തുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിലോ ഹൈദരാബാദിലോ ഡൽഹിയിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ ഇവിടെ ഒരു ജോലി. അപ്പോൾ നമുക്കും കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് കിട്ടും നമ്മുടെ പാലക്കാടിന്. നന്ദി സത്യം, ഞങ്ങളുമായി സഹകരിച്ചത്. തങ്ങളുടെ സ്ഥാപനത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു. അനിമേഷൻ രംഗത്തെ പുത്തൻ സാധ്യതകളെ കുറിച്ചാണ് സുജിത് വേണുഗോപാൽ ചിന്തിക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ചിന്തിക്കുന്ന മനസ്സുമായി സുജിത് വേണുഗോപാൽ എന്ന ചെറുപ്പക്കാരൻ അനിമേഷൻ ശാഖയിലെ വികസന സാധ്യതകളും തൊഴിലുറപ്പും ഹൃദയത്തിൽ കുറിച്ചിട്ട് പാലക്കാട്ടെ അനി മാസ്റ്ററെ വിജയത്തിന്റെ സൂര്യതേജസ്സാർന്ന പന്താവിലൂടെ കൈപിടിച്ചുയർത്തുകയാണ്. ആഫ്രിക്കൻ കാടുകളുടെ നിഗൂഢമായ സൗന്ദര്യത്തിൽ ഉടലെടുത്ത രണ്ട് കഥാപാത്രങ്ങളാണ് ടാർസനും ഫാൻഡോവും. എഡ്ഗാർ റൈസ് ബോഗന്റെ ദ ടാർസൻ ഓഫ് ദ ഏപ്സ് എന്ന നോവലിലെ കഥാപാത്രമാണ് ടാർസൻ. മനുഷ്യക്കുരങ്ങുകൾ വളർത്തിയ കുട്ടി എന്ന നിലയിൽ ടാർസനും അതുപോലെ തന്നെ ഫാൻഡോവും കുട്ടികളുടെയും മുതിർന്നവരുടെയും മനസ്സുകളിലേക്ക് ചേക്കേറുകയായിരുന്നു. അനിമേഷൻ ശാഖയിലെ വിപ്ലവകരമായ മുന്നേറ്റവും വർത്തമാനകാലത്ത് അനിമേഷൻ രംഗത്തെ വളർച്ചയും മിക്കി മൗസിനെയും ഡൊണാൾഡ് ഡക്കിനെയും ടാർസനെയും ഫാൻഡത്തെയും പോലുള്ള സാങ്കല്പിക കഥാപാത്രങ്ങൾക്ക് ജീവന്റെ ഉണ്മ നൽകുകയാണ്. വിജയവീഥി പരമ്പരയുടെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം കാണുന്നതുവരെ മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.